Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാനിന്ന് വന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്, ഇനിയും വരാണ്ട് അൺബോക്സിംഗ് വീഡിയോസ് നമുക്ക് ഇനി കൂടുതലായിട്ട് വരാണ്ട്. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു മൈക്കാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഓൺ ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 1.5-2 കൊല്ലായി ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇനി വരുന്നതോ അതിലും സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡായിട്ടാണ് ഞാൻ വരുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ തന്നെ പേ ചെയ്തിട്ടുള്ള പ്രൊമോഷനാണ്. അപ്പം ഈ ഒരു അൺബോക്സിങ് വീഡിയോ, അതിനുശേഷം ഇതേ പ്രൊഡക്ട്സിന്റെ റിവ്യൂ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വാച്ച് ഇപ്പൊ ഞാനൊരു 1 വീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, പോർട്രോണിക്സിന്റെ -7 പറഞ്ഞ മോഡൽ. ആക്ച്വലി ഇത് ഞാൻ ആമസോണിൽ നോക്കിയപ്പം 500-600 റുപ്പീസേ അതിൽ കാണിക്കേണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, കോഴിക്കോട് ഇമേജ് മൊബൈൽസിൽ. അവര് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമുക്ക് കിട്ടും, 900 റുപ്പീസ്. പക്ഷെ അവർക്ക് ഷോപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് അതിനൊന്നും പറയണ്ടേ. ഞാൻ എന്തുകൊണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്നും കൂടെ പറയാം. ഇങ്ങനത്തെ ഡിവൈസ് വാങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ കോമ്പാക്റ്റബിൾ ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് തിരിച്ചന്നെ അയക്കേണ്ട ഒരു അവസ്ഥയിൽ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഡിവൈസസ്, നമ്മുടെ അടുത്തുള്ള ഡിവൈസസ് ഒരു കാരണവശാലും ഇങ്ങനത്തെ നമ്മളെന്താണ് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഡിവൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി തന്നെ എടുക്കണം. ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണിയും കിട്ടും. ലാസ്റ്റ് എനിക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും, ഡിവൈസ് വാങ്ങിയ ഗൈസ് 8ന്റെ പണി കിട്ടി അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അത് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡിവൈസ് വാങ്ങി. പോർട്രോണിക്സിന്റെ -7 പറഞ്ഞിട്ടുള്ള മോഡലാണ്, നിങ്ങൾക്ക് കാണാം. ഇത് നമുക്ക് ഇന്റർവ്യൂവിന് യൂസ് ചെയ്യാം, അതേപോലെ ലൈവ് ഷോന് യൂസ് ചെയ്യാം, വ്ളോഗ്സിന് ഷൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസിന്. ഇത് നമ്മൾ സാധാരണ ഇത് വെച്ച പോലെ തന്നെ OTG കണക്ടറിൽ കണക്ട് ചെയ്തിട്ട് OTG നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ മുതൽക്ക് എൻ്റെ വ്ളോഗിങ് കമ്പാനിയനാണ് ആള്, പോർട്രോണിക്സിന്റെ -7. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് നല്ല നല്ലൊരു ആവേശമുണ്ട് അത് ഒരു അൺബോക്സിങ്. അപ്പൊ ഞാനത് അൺബോക്സ് ചെയ്യാണ്. -7. അപ്പൊ ഇതിൽ എന്താണുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തു. മേലെ വാറന്റി കാർഡ്, ഒരു QR കോഡൊക്കെ ആയിട്ട് പോർട്രോണിക്സിന്റെ വാറന്റി കാർഡ്. ഇവിടെ നമ്മുടെ ഡിവൈസിന്റെ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു, ഉണ്ടാകാൻ വഴിയില്ല. മറ്റേ വാച്ചിനൊക്കെയാണ് സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇപ്പൊ വാറന്റി കാർഡ് ഇത് നമ്മൾ മാറ്റി വെച്ചു. ഇതിന് നമ്മൾ സാധാരണ പോലെ തന്നെ OTGയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ, ഇത് C ടൈപ്പ് ആണ്. ഇവിടെ നമ്മുടെ മൈക്രോഫോൺ വന്നിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഒന്നുമില്ല, മറ്റേത് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിന്റെ ചാർജിങ് കേസാണ്, ഡോക്കാണ്. ഇത് അതൊന്നുമില്ല, നേരിട്ട് കേബിളിൽ കണക്ട് ചെയ്യാം. അതിൽ കേബിൾ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ബോക്സിൽ ഉണ്ടാവേണ്ടതാണ്. സാധാരണ ഇങ്ങനെ ഡിവൈസ് വാങ്ങുമ്പോൾ നമുക്ക് ബോക്സിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, A to C കേബിൾ ഉണ്ട് നമുക്ക്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങണം വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാൻ നേരത്തെ ആയിരിക്കും മറ്റേ ആള് പണി മുടക്കുക. ഒരു സ്റ്റാൻഡ് ബൈ ഡിവൈസ് എന്നുള്ള നിലയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.